എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചുരി ബോട്ടം പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമുക്കിതിൽ ബാൻഡ് വരുന്നില്ല, അതുപോലെ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നില്ല. അതായത് അധികം ലൂസ് വേണ്ടാത്ത ആളുകൾക്ക് ഇതുപോലെ ചുരി ബോട്ടം തയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ തുണി നീളത്തിൽ മടക്കിയിട്ട് പിന്നെ ഒന്ന് ക്രോസിൽ മടക്കിയിട്ടുണ്ട്. അത് ഞാനിത് ടേബിൾ ചെറുതായതുകൊണ്ട് ഞാനിത് പേപ്പറിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തുണി കൂടുതലുണ്ട്, 2.40 നീളം വരുന്നുണ്ട്. അപ്പോൾ ആ നീളം ഇതിങ്ങനെയാണ്, 2.40. അതേപോലെ വീതി ഇങ്ങനെയാണ് വരിക, ഇത് 42 ഇഞ്ച് വീതി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നീളം തുണിയല്ലേ ഇങ്ങനെ മടക്കുക, നീളത്തിൽ ഇതേപോലെ മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസായിട്ട് മടക്കുക. അപ്പോൾ അതുപോലെയാണ് ഇത് മടക്കിയിരിക്കുന്നത്. ഇതിൽ ഇവിടെ കുറച്ച് ഡിസൈനുകളാണ്, അപ്പോൾ അത് കസ്റ്റമറിന് ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ അല്പം ഈ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഡിസൈൻ വരും, അത് കുഴപ്പമില്ല. ഇനി ഇതേപോലെ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം വേണ്ടത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച്, 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ്, അങ്ങനെ 6 ഇഞ്ച് വരുന്ന ഭാഗത്ത് നമുക്കിത് മാർക്ക് ചെയ്യാം. അതുപോലെ 1 ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇതേപോലെ ഒരേ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ മാത്രം നമ്മളൊരു പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ തുണി തന്നെ കാണിക്കാം. ഇത് തുണി വീതി ഉള്ളതുകൊണ്ട് നമുക്കൊരു 12 ഇഞ്ച് ചുരുക്കി വയ്ക്കാം. അതിനുശേഷം ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം 5.5, ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് തൊടലൂസ് സൈസിനനുസരിച്ചാണ്. ഇതൊരു 40 ഇഞ്ച് ഹിപ്പ് വരുന്ന ആൾക്കാണ്. നമുക്കിതിലൊരു 13 ഇഞ്ചാണ് തൊട ലൂസ് വയ്ക്കുന്നുള്ളൂ, അധികം ലൂസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 13ഉം 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 13.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ നമുക്ക് 1/2 ഇഞ്ചാണ് തയ്യത്തുമ്പോൾ വരിക. ഇനി ഇവിടെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് ഇതിൽ 4 പീസ് വരും, ഇവിടെ 2 പീസ്, ഇതിൽ 2 പീസ് വരും. ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ കയറ്റി വയ്ക്കുക. ഇവിടെ ഈ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ആകെ ഒരു 3 ഇഞ്ച് വെച്ചാൽ മതി. 3 ഇഞ്ച് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യത്തും പോകും, ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തും പോകും. ഇനി ഇവിടെ ഇതിനൊപ്പം മുകളിലേക്ക് വരയ്ക്കുക. ഇവിടെ നമുക്ക് ഒരു 1/2 തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ആകെ ക്രോച്ച് ലെങ്ത് എത്ര വേണോ നോക്കുക. അപ്പോൾ ഇതിൽ 15 ആണ് വയ്ക്കുന്നത്. 15ഉം നമുക്കൊരു 1.5 ഇഞ്ച് മടക്കി അടിക്കാനും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ മാർക്കിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് അരവണ്ണം എത്ര വേണ്ടതെന്ന് നോക്കുക, അതായത് ലൂസ് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് 23 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 11.5. 23 പകുതിയാണ്, ആകെ വരുന്നത് 46 ഇഞ്ച് വരും. 46ൻ്റെ പകുതി 23, 23ൻ്റെ പകുതി 11.5. 11.5 കൂടെ ഈ 2 സൈഡിലേക്കുള്ള തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം.
അതിന് ശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നിവർത്തി കാണിക്കാം. ഇതിങ്ങനെയാണ് വരിക. ഇവിടെ ഒന്നും പ്ലേറ്റ് ഒന്നും വരില്ല. ഇവിടെ കറക്റ്റായിട്ട് നമുക്കിത് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. അപ്പോൾ അതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ ബോട്ടം അടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഇത് കമഴ്ത്തി വയ്ക്കുക. അതായത് നല്ല വശം മുകളിലേക്കായിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുക. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇതേപോലെ വരണം. ഇനി നമുക്ക് ഇവിടെ ഒരു മേൽത്തൈലിടാം. ഇതൊരു 1/4 ഇഞ്ച് വീതിയിൽ മേൽത്തൈലിട്ടാൽ മതി. ഇനി ഇതേപോലെ അടുത്ത പീസ് എടുക്കുക. എന്നിട്ട് ഈ പീസ് ഇതിന് മേലെ വയ്ക്കുക. ഇതിന് മേലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ അടിക്കുക. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ തയ്യലുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഈ ജോയിൻ്റ് ചെയ്ത തയ്യലുണ്ട്, ഇതുവരെയാണ് തയ്ക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതുവരേക്ക് ജോയിൻ്റ് ചെയ്യുക. ഇനി ഇത് നിവർത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒട്ടും ചുളിവില്ലാതെ ഫ്ലാറ്റായിട്ട് കിട്ടും. ഇനി ഇതിന് മേലെ ഒരു തൈലിടാം. അപ്പോൾ ഇതേപോലെ ഇവിടെ അത് കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അല്പം പോലും ചുളിവോ ഒന്നും വരുന്നില്ല. ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കുക. ഇങ്ങനെയാണ് വരിക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഈ 2 സൈഡും ജോയിൻ്റ് ചെയ്യാണ് ചെയ്യുക ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നാടി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഉണ്ടാക്കാം. ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഇതുവരേക്കൊന്ന് മടക്കി അടിക്കാം. ഇതുവരെ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. അതിനുശേഷം ഇവിടെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ നിന്ന് ഇതുവരേക്കും ജോയിൻ ചെയ്യാം. ഒരു തൈലും കൂടി ഇടാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി ഇവിടെ ഈ സൈഡ് നമുക്ക് ചേർത്തടിക്കാം. നമ്മൾ ബോട്ടം വെച്ചിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ 12 ഇഞ്ചിൽ ഇവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത 10 ഇഞ്ചിൽ നമുക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിന്ന് തയ്യത്തുമ്പോൾ കുറച്ച് വന്നിട്ട്
ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച് മതി. ഇനി ഇത് അടിച്ചെടുക്കാം. ഇനി ഈ തയ്യൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് അടുത്ത കാല് ജോയിൻറ്റ് ചെയ്യാം. കാരണം ഇത് ക്രോസ് ആയതുകൊണ്ട് 2 സൈഡിൽ നിന്നും വലിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ എക്സ്ട്രാ വരും. ഇവിടെ നമുക്ക് നേരത്തെ മാർക്കിംഗ് ഉണ്ട്, അത് കൂടെ തന്നെ അടിച്ചാൽ മതി. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ സാധാരണ പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നാടയിടാം. നാട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് വീതി വെച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കോർക്കേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് വീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇതേപോലെ നാട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ നാട ഇളകി പോകാതിരിക്കാൻ ഇവിടെ ഒരു സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. ഇത് പീസ് ക്രോസ് ആയതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ലൂസ് കിട്ടുകയും ചെയ്യും, എന്നാൽ അധികം ലൂസ് തോന്നിക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.